എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഈ അടുത്ത 2-3 ദിവസങ്ങളിലായിട്ട് കേരളത്തിലെ സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലൊക്കെ തന്നെ വളരെ ചർച്ച ചെയ്യപ്പെട്ട മൊണാലിസ എന്ന പെൺകുട്ടിയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. കേരളത്തിലത് ചർച്ച ചെയ്യപ്പെടുന്നത് വലിയ കക്ഷി രാഷ്ട്രീയത്തിൻ്റെയും ജാതീയതയുടെയും മതത്തിൻ്റെയും അടിസ്ഥാനത്തിലൊക്കെയാണ്. അത്തരം ചർച്ചകളിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് നിങ്ങളോട് പറയാനുള്ളതും അത്തരം ചർച്ചകളെക്കുറിച്ചല്ല, മറിച്ച് ആ പെൺകുട്ടിക്ക് 18 വയസ്സായി എന്നും 18 വയസ്സായിട്ടില്ല എന്നുമുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അതും നമുക്ക് വേണമെങ്കിൽ തൽക്കാലത്തേക്ക് വിടാം. 18 വയസ്സായി എന്ന് തന്നെ പറയാം. 18 വയസ്സായി എന്നാണ് പറയപ്പെടുന്നത്. ഈ 18 വയസ്സ് എന്ന് പറയുന്നത് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം, വിവാഹത്തെക്കുറിച്ചോ വിവാഹ ജീവിതത്തെക്കുറിച്ചോ വളരെ കൃത്യമായ, വളരെ ഉറച്ച ഒരു കാഴ്ചപ്പാടുണ്ടാക്കുന്നതിനോ അത്തരം കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ബോധ്യമുണ്ടാകുന്നതിനോ ഒരു പ്രായമായിട്ടില്ല. മനുഷ്യൻ്റെ ജീവിതത്തിൽ തീരുമാനങ്ങളിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്ന ഫോർഫ്രണ്ടൽ കോർട്ടിസോൾ എന്ന ഒരു തലച്ചോറിൻ്റെ ഭാഗമുണ്ട്. ആ ഭാഗം ഏറ്റവും അനിവാര്യമായ ഒരു ഭാഗമാണെങ്കിലും അതിൻ്റെ വളർച്ച ഏറ്റവും പതിയെയാണ് നടക്കുന്നത്. തലച്ചോറിൻ്റെ വിവിധ ഘടകങ്ങളിൽ, വിവിധ ഭാഗങ്ങളിൽ ഏറ്റവും അവസാനം വളർച്ച പ്രാപിക്കുന്ന ഒന്നാണ് ഫോർഫ്രണ്ടൽ കോർട്ടിസോൾ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഒരു 18 വയസ്സായ അല്ലെങ്കിൽ 16 വയസ്സായ ഒരു കുട്ടിക്ക് വളരെ കൃത്യമായി അവരുടെ ജീവിതത്തെക്കുറിച്ച് വളരെ കൃത്യമായ ഒരു തീരുമാനങ്ങൾ എടുക്കാനുള്ള ശേഷിയില്ലാതെ പോകുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ പെൺകുട്ടികൾ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ ഈ പ്രായത്തിൽ വിവാഹം കഴിച്ചാൽ ഉണ്ടാകാൻ സാധ്യതയുള്ള, ഒരു പക്ഷേ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല, സുഖകരമായിട്ടൊക്കെ ജീവിച്ചു പോകും. പക്ഷെ അതിനുള്ള വളരെ കൂടിയ സാധ്യത നമുക്ക് കാണാൻ സാധിക്കും. കാരണം ഈ ഒരു പ്രായത്തിൽ കുട്ടികൾക്ക് അവരുടെ ഭാവിയെക്കുറിച്ചോ വിവാഹത്തെക്കുറിച്ചോ വിവാഹ ജീവിതത്തെക്കുറിച്ചോ അതിനുശേഷം ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചോ കൃത്യമായൊരു ബോധ്യമുണ്ടാക്കാനായിട്ട് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ എന്നെപ്പോലെ ഒരാൾക്ക് ഈ പ്രായത്തിലുള്ള ഒരു പെൺകുട്ടിയുടെ വിവാഹത്തോട് യോജിക്കാൻ സാധിക്കുന്നില്ല. ഒരു പെൺകുട്ടി വിവാഹം കഴിക്കേണ്ടത് ഈ പ്രായത്തിൽ ആണ് എന്ന് വാശി പിടിക്കുകയും അത് അവരുടെ മാതാപിതാക്കളെയും അതുപോലെ തന്നെ മറ്റുള്ള ആളുകളെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഞാൻ ഈ പ്രായത്തിൽ വിവാഹം കഴിക്കുന്നതിന് ഒരുപാട് സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ കുട്ടികളോട് ചെയ്യുന്ന ഒരു പാതകമായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഒരിക്കൽ കൂടെ ഞാൻ പറയുകയാണ്, ഇതിനെ രാഷ്ട്രീയമായിട്ടോ മതപരമായിട്ടോ കൂട്ടിക്കെട്ടേണ്ട ആവശ്യമില്ല. അങ്ങനെ മതപരമായോ രാഷ്ട്രീയമായോ കൂട്ടിക്കെട്ടാൻ വേണ്ടിയിട്ടല്ല ഞാനിത് പറയുന്നത്. പകരം എനിക്ക് പറയാനുള്ളത് എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോടും അവരുടെ കുട്ടികളോടുമാണ്. അപ്പോൾ യാതൊരു കാരണവശാലും ഈ 18 വയസ്സ് പ്രായത്തിൻ്റെ ആ ഒരു പക്വമല്ലാത്ത ഒരു പ്രായത്തിൽ, വിവാഹപ്രായം 18 വയസ്സാണ്, അത് നമുക്കറിയാം. പക്ഷെ ആ പ്രായത്തിൽ ഒരു വിവാഹത്തിലേക്ക് എത്തുന്ന തരത്തിലേക്ക് ഒരു കുട്ടികളുടെ മനസ്സ്, ഒരു കുട്ടികളുടെ തലച്ചോറ് പക്വതയിലേക്ക് എത്താനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് മാതാപിതാക്കളോടും എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോടും പറയാനുള്ളത്, ഈ പ്രായത്തിൽ ഒരു വിവാഹത്തിലേക്ക് എടുത്ത് ചാടുകയോ ഇത്തരത്തിലുള്ള പ്രണയബന്ധങ്ങളിൽ പെടുക പ്രണയത്തിനൊന്നും ഞാൻ എതിരില്ല, പക്ഷേ ഇത്തരം പ്രണയബന്ധങ്ങളിൽ പെട്ട് ഈ 18 വയസ്സൊക്കെ ആകുമ്പോഴേക്കും വിവാഹത്തിലേക്ക് ചെന്ന് ചാടുകയും അത് നമ്മുടെ ഭാവി ജീവിതത്തെ കരിപിടിപ്പിക്കുന്നതിൽ വലിയ തടസ്സമായി നിൽക്കുകയൊക്കെ ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട കുട്ടികളെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇതൊരു ആവേശമായി കണ്ട്, കാരണം അവരിപ്പോൾ ഒരു സ്റ്റാറായി മാറിയിരിക്കുകയാണ്. അപ്പോൾ അവരെ കണ്ട് ഒരു മാതൃകയായി സ്വീകരിച്ചുകൊണ്ട്, അവരൊരു റോൾ മോഡലായി സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ പെൺകുട്ടികൾ ഇത്തരത്തിലേക്ക് മാറാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതുകൊണ്ട് അത് മാറ്റി നിർത്തിക്കൊണ്ട് പ്രിയപ്പെട്ട കുട്ടികളെ നിങ്ങൾ ചിന്തിക്കണം, ഇത് എൻ്റെ ജീവിതത്തിന് വലിയ ദോഷമുണ്ടാക്കാനുള്ള സാധ്യതകളുണ്ട്, എൻ്റെ ഭാവിയെ ദോഷകരമായി ബാധിക്കാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് അത്തരം സാധ്യതകൾ ഒഴിവാക്കിക്കൊണ്ട് വളരെ സന്തോഷപ്രദമായ തീരുമാനങ്ങൾ എടുക്കാൻ നമുക്ക് വളരെ കൃത്യമായി ശേഷിയാകുന്ന ആ ഒരു സമയം വരെ കാത്തിരുന്നു കൊണ്ട്, അത്തരത്തിലൊരു കാത്തിരിപ്പിന് ശേഷം ഉചിതമായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വരണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇക്കാര്യത്തിൽ പ്രിയപ്പെട്ട മാതാപിതാക്കളും അതുപോലെ തന്നെ നമ്മുടെ മക്കളും ഒക്കെ തന്നെ അതീവ ശ്രദ്ധയോടെ മുന്നോട്ട് പോകണമെന്നും അതീവ ചിന്താശേഷിയോടെ ഇത്തരം സാഹചര്യങ്ങളെ വിനിയോഗിക്കണമെന്നും മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.